ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് പേര് ചോദിച്ചത് അതേപോലെ നമ്മൾ ഒരുപാട് നാൾ വെയിറ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. വേറെ ഒന്നുമല്ല, നമ്മളെ വീട് നമ്മൾ കുറച്ച് റിനോവേറ്റ് ചെയ്തിരുന്നു. അപ്പോൾ നമ്മൾ പണി ചെയ്യുന്നതിന് മുന്നേ നമ്മൾ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ആഫ്റ്റർ വീഡിയോ നമ്മൾ ഇതിനൊക്കെ മുന്നേ ഇടേണ്ടതായിരുന്നു. പക്ഷെ നമ്മളുടെ അവസ്ഥ കാരണം നമുക്കതൊന്നും ഇടാൻ പറ്റിയില്ല. അപ്പോൾ ഇപ്പോഴാണ് അതിനൊരു ടൈമും അതേപോലെ കുറച്ചൊക്കെ ഒന്ന് സെറ്റാക്കി വന്നത്. ഇപ്പോൾ എന്തായാലും നമ്മളെ നന്ദനം വീട് സൂപ്പർ ആയിട്ടുണ്ട്. അപ്പോൾ കുറേ ചേഞ്ചസ് നമ്മൾ വരുത്തിയിട്ടുണ്ട്. എല്ലാം വീഡിയോയിൽ ഞാൻ കവർ ചെയ്ത് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഇല്ലേന്നൊക്കെ കമൻ്റായിട്ട് നിങ്ങൾ രേഖപ്പെടുത്തണം ഗൈസ്. ഹായ്. അപ്പം നമ്മൾ കുറേ നാളുകൊണ്ട് വിചാരിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ, വീടിൻ്റെ പണി കഴിഞ്ഞതൊക്കെ കാണിച്ചു തരാമെന്ന്. അപ്പം നിങ്ങൾ എന്തായാലും കണ്ടോളൂ. ഈ വീടിൻ്റെ ഐശ്വര്യം അത് ഉണ്ണി മാത്രമേ പറയാറുള്ളൂ. ഓക്കെ ഗൈസ്, അപ്പൊ ഇങ്ങനെയാണ് ഇപ്പൊ നമ്മുടെ നന്ദനം വീട്. ഒരുപാട് നാളത്തെ പണിയും അതേപോലെ നമുക്ക് പണി കുറച്ച് ദിവസം സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. ഹാർഡ് വർക്ക്. അതെ, ഒരുപാട് നാളത്തെ ഒരു മമ്മിയുടെ ഹാർഡ് വർക്കാണ്. പക്ഷെ ഇപ്പൊ ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു, മമ്മി ഇങ്ങനെ നടന്ന് പപ്പയ്ക്ക് വീഡിയോ കോളും കാര്യങ്ങളൊക്കെ ഓരോ പണി അപ്ഡേറ്റഡ് ആയിട്ട് കാണിച്ചു കൊടുക്കും. പക്ഷെ ഇങ്ങനെ ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കാണുമ്പോൾ ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ട് ഉണ്ടാവുക പപ്പയായിരിക്കും കേട്ടോ. കുഞ്ചൂസ് നീ ഒരു സംഭവമാടി, നീ അങ്ങനെയടി ഇങ്ങനെയടി എന്നൊക്കെ പറഞ്ഞിട്ട് മമ്മീനെ വല്ലാണ്ട് പപ്പ അപ്രിഷ്യേറ്റ് ചെയ്യും. അപ്പൊ അത് ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു, അങ്ങനെ ഓക്കെ അതൊക്കെ വിടാം. പപ്പ നേരിട്ട് വന്ന് ഇങ്ങനെ ഇപ്പൊ പപ്പ ലീവിന് വരാറായി അങ്ങനെ നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പൊ എന്താ ഇത് ഇന്ന് ഫെബ്രുവരി 1 ഈ മാസമാണ് ലീവിന് വരാന്ന് നമ്മളോട് പറഞ്ഞിരുന്നത് കേട്ടോ. പക്ഷേ പപ്പ ഒന്ന് കാണുമ്പോൾ പപ്പയ്ക്ക് എന്തായാലും ഭയങ്കര ഹാപ്പിയാവും. കാരണം അത്രയും നല്ല അടിപൊളിയായിട്ട് മമ്മി സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം കേട്ടോ. കുറച്ച് ഇതൊന്ന് റെഡിയായി വരുമ്പോഴത്തേനും കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ലൈറ്റ് കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട്. സോ എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു സ്പേസ് നമ്മൾ ലാൻഡ്സ്കേപ്പിംഗ് ചെയ്തതായിരുന്നു കേട്ടോ. ഓൾറെഡി നമ്മളൊരു ലാൻഡ്സ്കേപ്പിംഗ് ചെയ്തതായിരുന്നു. ഇതൊക്കെ നമ്മുടെ ഐഡിയ കേട്ടോ, എല്ലാം നമ്മുടെ ഐഡിയ ആണ്. അപ്പോൾ ഈ ഒരു ചെറിയ സ്പേസിൽ നമ്മൾ ലാൻഡ്സ്കേപ്പിംഗ് ചെയ്യാൻ പറ്റുമോ? നമ്മൾ കുറേ റെഫറൻസ് വീഡിയോ അയച്ചു കൊടുത്ത് റെഫറൻസ് ഫോട്ടോസ് അയച്ചു കൊടുത്തപ്പോൾ അവർ പറഞ്ഞത് ഇല്ല, ഈ ഒരു ചെറിയ സ്പേസിൽ ചെയ്യാൻ പറ്റില്ല. എന്നാലും മമ്മി അത് ചെയ്യണം എന്ന് തന്നെ വിചാരിച്ച് മമ്മിയുടെ ഐഡിയയിൽ ഒരു ചെറിയതായിട്ട് ചെയ്തിരിക്കട്ടോ. ലാൻഡ്സ്കേപ്പിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൽ ചെറിയ രീതിയിൽ കുളം പോലെയൊക്കെ സെറ്റ് ചെയ്യാൻ പോലുള്ള ഒരു സംഭവമാണ്. പക്ഷെ അതൊന്നും നമുക്ക് ഈ ഒരു സ്പേസിൽ ചെയ്യാൻ പറ്റില്ല. ഈ ഒരു സ്പേസിൽ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിൽ നമ്മളവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അടിയിൽ ഇത് ഒറിജിനൽ പുല്ലല്ല, എന്താ നമ്മൾ മാറ്റ് പോലെ വിരിക്കത്തില്ല, അതുപോലത്തെ ഒരു പുല്ലാണ് കേട്ടോ. ഇത് ഒറിജിനൽ മരമാണ്. പിന്നെ ഇങ്ങനെ കുറച്ച് കല്ല് അതിൻ്റെ അടിയിൽ ഇങ്ങനെ ഇച്ചിരി ഒരു ഡെക്കറേഷന് വേണ്ടി ഇട്ടിട്ടുണ്ട്. അത് ഇപ്പൊ കുറഞ്ഞു വന്നിട്ടുണ്ട്. ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കൺമുന്നിൽ തന്നെ കാക്ക അത് എടുത്തുകൊണ്ട് മുട്ടയെന്ന് വിചാരിച്ചിട്ട് എടുത്തുകൊണ്ട് കേട്ടോ. പിന്നെ 2-3 പേരിനെ ഞാൻ ലാൻഡ്സ്കേപ്പിംഗ് ചെയ്യാൻ വേണ്ടി വിളിച്ചിരുന്നു. പക്ഷെ അവർക്ക് ആരും വന്നില്ല കേട്ടോ, കുറച്ച് സ്പേസിൽ ചെയ്ത് തരില്ല എന്നിട്ട്. പിന്നെ നമ്മൾ വേറെ ഒരാളിനെ വിളിച്ചിട്ടാണ് ചെയ്തത്. അവരുടെ നമ്പർ വേണമെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇവിടെ കൊടുക്കാം അല്ലേ, നമ്മൾ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം. പ്രാവശ്യം നമ്മൾ പർച്ചേസ് ചെയ്തതിലൊന്നും നമ്മൾ എന്ത് വെച്ചിട്ടില്ല, റോസ് വെച്ചിട്ടില്ല. കൂടുതൽ ഇതേപോലെ പേപ്പർ ബോഗൺവില്ല അങ്ങനത്തെ ചെടികളുടെ യെല്ലോ, വൈറ്റ്, റോസ് ഈ ഒരു കളർ ഇതിലാണ് കൂടുതൽ നമ്മൾ ചെടികൾ മേടിച്ചിട്ടുള്ളത്. പിന്നെ ഇങ്ങനത്തെ സൈഡിൽ ഓരോരോ ചെടികളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇനിയും ചെടികൾ വരും. കാരണം ഇതൊക്കെ ഇപ്പൊ നട്ടിട്ടേ ഉള്ളൂ. നട്ടിങ് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് വളർന്നു വന്നാലായിരിക്കും കുറച്ചും കൂടി അടിപൊളിയായിട്ട് ഉണ്ടാവുക. പിന്നെ നമ്മളുടെ കാർപോർട്സിൽ നമ്മളുടെ സുട്ടപ്പൻ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ 11 വർഷം പഴക്കമുള്ള നമ്മുടെ 2014 വാങ്ങിയതാണ്. 2014 മേടിച്ചത്. ദീപാവലി ദിവസം ഉണ്ണിക്ക് ഭാവിക്ക് സർപ്രൈസ് ആയിട്ട് വാങ്ങിയതാണ്. അന്ന് അവര് ചെറുതായിരുന്നു, എനിക്ക് വാങ്ങിയതാണ്. ഇപ്പൊ അത് അവർ ഓടിക്കണം. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ സിറ്റ് ഔട്ട് കേട്ടോ. സിറ്റ് ഔട്ടിൽ നമ്മൾ ഇതേപോലെയുള്ള ഒരു മാറ്റാണ് കൊടുത്തിട്ടുള്ളത്. നല്ലൊരു എന്താ പുല്ല് പോലെ വരുന്ന ഒരു കൊടുക്കല്ലേ ഇട്ടിരിക്കുന്നത് ഒരു മാറ്റാണ്. ഐ മീൻ പുല്ല് പോലെ വരുന്നത്. അത് ഒരുപാട് പൊടികളൊന്നും ഇതാവില്ല കേട്ടോ. നല്ല രീതിയിൽ എനിക്ക് നല്ല ഇങ്ങോട്ട് പോണ പോലെ തോന്നി. പിന്നെ നമ്മള് ഫ്രണ്ടിലെ പെയിന്റ് ഒക്കെ മാറ്റിയിട്ടുണ്ട്. ഇതുപോലെ ആയിരുന്നില്ല നമ്മളുടെ സിറ്റ് ഔട്ട്. ആദ്യം വൈറ്റ് കളർ ആയിരുന്നു. പിന്നെ ഈ തൂണൊക്കെ ഒരു ബ്രൗൺ കളർ പോലെ ആയിരുന്നു. പക്ഷെ അതൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് ഇപ്പോൾ ബ്ലൂ ഇങ്ങനത്തെ കളർ ആക്കിയിട്ടുണ്ട്. പിന്നെ ഇങ്ങനെയൊന്നും എടുക്കണം എന്നായിരുന്നില്ല വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഈ പണി നടക്കുമ്പോഴൊന്നും നമ്മൾ സിറ്റ് ഔട്ടൊന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഹോം ടൂർ ഇടുമ്പോൾ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ എന്തായാലും അതൊക്കെ ഓൾറെഡി എല്ലാവരും കണ്ടു. ഇപ്പം ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ
ഇവിടെയും കുറച്ച് ചെടികൾ. ഇതൊക്കെ നമ്മള് ഇതിന് 2 ദിവസം മുന്നേ വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, ചെടി മേടിക്കുന്നത്, ചെടിച്ചട്ടി മേടിക്കുന്നതൊക്കെ. അപ്പൊ മേടിച്ച ചെടിച്ചട്ടികളാണ് ഇതൊക്കെ. മോസ്റ്റ് ഓഫ് ദി കുറച്ച് ഇങ്ങനത്തേക്ക് ഉള്ളത് ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്ന ചെടികളിലെ പെയിന്റ് അടിച്ചിരിക്കട്ടെ. മമ്മി പെയിന്റ് മേടിച്ചു, എന്നിട്ട് ഉള്ളിച്ചക്കനും മമ്മിയൊക്കെ കൂടിയിട്ട് പെയിന്റ് അടിച്ചിട്ടുള്ള ചെടികളും ഉണ്ട്. പിന്നെ നമ്മൾ കുറച്ച് എക്സ്ട്രാ മേടിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് അടുത്തത് ഗേറ്റിലോട്ട് വരാം. ഗേറ്റിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് അടയ്ക്കാൻ പറ്റാത്തൊരു ഗേറ്റ് ആയിരുന്നു. ഇപ്പൊ നമ്മള് രാത്രിയൊക്കെ ഇപ്പൊ ഷൂട്ട് എന്തെങ്കിലുമൊക്കെ കഴിഞ്ഞ് വരുവാണെങ്കിലും നമ്മള് സുട്ടപ്പനെ കയറ്റി ഇറക്കം ചെയ്യുമ്പോൾ വലിച്ച് തുറക്കണം കേട്ടോ. ഐ മീൻ നിങ്ങൾക്ക് മുന്നത്തെ വീഡിയോസിലൊക്കെ കണ്ടാൽ മനസ്സിലാണ്ടാവും. നമ്മളിവിടെ കൊടുക്കുക വേണമെങ്കിൽ. ഇങ്ങനെ വലിച്ചാൽ അത് വരത്തില്ല, കാരണം ആ ഗേറ്റിന്റെ കാലിന്ന് അത് ഇളകി വന്നിട്ട് ഭയങ്കര സൗണ്ട് ആയിരുന്നു. രാത്രിക്ക് ഗേറ്റ് ഓപ്പൺ ചെയ്ത് അടയ്ക്കുകയാണെങ്കിലും അയൽവക്കക്കാർക്ക് വരെ ശല്യം ഉണ്ടായിരുന്ന ഒരു ഗേറ്റ്. അതെ, മറ്റുള്ളവർക്കൊക്കെ ശല്യമായിട്ടുള്ള ഒരു ഗേറ്റ് ആയിരുന്നു. ഇപ്പൊ നമ്മൾ സൗണ്ട് വരും കേട്ടോ, അങ്ങനെ വല്ലാണ്ടൊരു സൗണ്ട് വരും. അത്രയും ബുദ്ധിമുട്ടായിരുന്നു അടയ്ക്കാൻ വേണ്ടിയിട്ട്. അത്രയും ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ അടയ്ക്കാൻ പറ്റിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ അതൊക്കെ മാറ്റിയിട്ട് ഇതേപോലെ നമ്മൾ ഗേറ്റ് ആക്കി കേട്ടോ. സൂപ്പറാണ്. ഇത് നമ്മുടെ മമ്മിയുടെ ഐഡിയ. ഇത് നമ്മൾ ഓൾറെഡി യൂസ് ചെയ്തിരുന്ന ഗേറ്റിൽ നമുക്ക് ഇങ്ങനെ വി പോലുള്ളൊരു സാധനം മുകളിൽ വരുന്നുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ അതെന്താ ചെയ്തെന്ന് വെച്ചാൽ നമ്മൾ 2 ഗേറ്റിന് വെൽഡ് ചെയ്തു, ഒന്നിപ്പിച്ചു. എന്നിട്ട് ഇതേപോലത്തെ ഒരു സ്ലൈഡിങ് ഗേറ്റ് ആക്കി മാറ്റി അതിൽ പെയിന്റ് അടിച്ചു. അതാണ് ഐഡിയപരമായിട്ട് ചെയ്തത് നമ്മള്. പിന്നെ പടിക്കെട്ടില് ടൈലൊട്ടിച്ചു. ശരി, മതി, അടച്ചിട്ടോ. ഇങ്ങനെയാണ് നമ്മുടെ ഗേറ്റ്. അപ്പൊ അടയ്ക്കാനും തുറക്കാനും ഓൾറെഡി ഉണ്ടായിരുന്ന ഗേറ്റിനെ കേട്ടോ അങ്ങനെ ആക്കിയത്. പിന്നെ നമ്മൾ ഗേറ്റ് ലൈറ്റ് മാറ്റി. പണ്ട് വേറെ പോലെ ഗോപുരം പോലുള്ള ഒരു ഗേറ്റ് ആയിരുന്നു. ഇപ്പൊ ഒരു റൗണ്ട് കളർ കുറച്ച് സിമ്പിൾ ആയിട്ട് കൊടുത്തു. പിന്നെ നമ്മളിവിടെ ടൈല് ഒട്ടിച്ചു. അതൊക്കെയാണ്. പിന്നെ ആ കമ്പിയൊക്കെ വെച്ചതാണ്. പിന്നെ നമ്മൾക്ക് ഇവിടെയൊക്കെ കുട്ടിമതിലായിരുന്നു. അതുപോലെ ഫ്രണ്ടത്തെ മതില് നമ്മൾ ഒന്നും കൂടി നന്നായിട്ട് ചുരണ്ടിയിട്ട് ആദ്യം തേച്ചിട്ട് ആ കമ്പി വെച്ചേക്കുവാണ് കേട്ടോ. ആദ്യത്തെ മതിലിനെ നമ്മൾ മുഴുവൻ ചുരണ്ടി കളഞ്ഞു, എന്നിട്ട് വേറെ രീതിയിൽ ആക്കിയിരിക്കുകയാണ്. പിന്നെ ഈ ഒരു ഇതുണ്ടോ, ഈ ഒരു മതിൽ ഇപ്പം കെട്ടിയതാണ് കേട്ടോ. ഇവിടെ നമ്മൾ കുട്ടിമതിലായിരുന്നു ഉണ്ടായിരുന്നത്. ഈ തലത്തോട്ട് ആ തല വരെയും അപ്പുറത്തുള്ളത് നമ്മൾ അപ്പുറത്ത് കൂടെ വരുമ്പോൾ കാണിച്ചു തരാം. ഈ ഭാഗം, ആ ഭാഗം നിങ്ങൾ കണ്ടല്ലോ, അവിടെ കുട്ടിമതിലായിരുന്നു. പിന്നെ ഇവിടെ നമ്മൾക്ക് ഇതുവരെ മതിലുണ്ടായിരുന്നുള്ളൂ. അപ്പൊ മമ്മി നേരത്തെ പറഞ്ഞ പോലെ ഇതൊക്കെ ചുരണ്ടിയിട്ട് പുതിയതായിട്ട് തേച്ചു. എന്നിട്ട് ഇവിടെ ഒരു ഇങ്ങനെ ഒരു കമ്പി കൊടുത്തു. ഐ മീൻ നമ്മൾ അവിടെ പൊക്കിയ പോലെ ഇവിടെയും പൊക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ ഒരുപാട് പൊങ്ങി പോകുമെന്ന് വിചാരിച്ച് നമ്മൾ ഇങ്ങനെ ഒരെണ്ണം കൊടുക്കുകയാണ് ചെയ്തത്. പിന്നെ ഇവിടെ ചെറുതായിട്ട് ഇങ്ങനത്തെ ഒരു സ്പേസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇത് ഗാർഡനായിട്ട് സെറ്റ് ചെയ്യണം എന്നായിരുന്നു. ഇനി സെറ്റ് ചെയ്യണം, നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാണ്. ഇനി ഞാൻ ഇങ്ങനെയല്ല ഇവിടെ വിചാരിച്ചു. ഇവിടെ ഫുള്ള് മണ്ണായിട്ട്, ഇവിടെയും കോൺക്രീറ്റ് ചെയ്യണം ഞാൻ വിചാരിച്ചില്ല. മണ്ണാക്കിയിട്ട് കുറേ ഒരു ഗാർഡൻ പോലെ സെറ്റ് ചെയ്യണം എന്നായിരുന്നു. അങ്ങനത്തെ എന്താ പറയുക, അതൊരു വൃത്തി ഉണ്ടാവില്ല. ഇവിടെ ഞാൻ ഇനി കാണിച്ചു തരാം, വഴിയെ കാണിച്ചു തരാം. ഓക്കെ. പിന്നെ എനിക്ക് മനസ്സിലായി ഈ ഗേറ്റ് ഇങ്ങോട്ടും അങ്ങോട്ടും വരുമ്പോൾ ഇവിടെ ഒരു ഗാർഡൻ സെറ്റായി ഇരിക്കത്തില്ല. പിന്നെ ഈ കുട്ടിമതിൽ നമ്മൾ ഇപ്പൊ കെട്ടിയതാണ്. ആ കുട്ടിമതിൽ വാങ്ങി വിളിക്കണ്ടേ. ഈ സൈഡ് നമ്മൾ ഗാർഡൻ സെറ്റ് ചെയ്യും കേട്ടോ. അത് കഴിഞ്ഞത് ഇവിടേക്ക് വരുവാണെങ്കിൽ ഈ ഒരു ഊഞ്ഞാല് നമ്മൾ പണിയിപ്പിച്ചതാണ് കേട്ടോ. മമ്മി ഒരു ഐഡിയ പറഞ്ഞു കൊടുത്തിട്ട് പണിയിപ്പിച്ചതാണ്. ഈ ഒരു കളർ ആയിരുന്നില്ല ഇത്. നമ്മളുടെ ഇവിടത്തെ ഒന്നും മാച്ചായി പോണ പോലെ വൈറ്റ് കൊടുത്തിട്ട് നമ്മൾ സെറ്റ് ചെയ്തതാണ്. പിന്നെ നമ്മൾ ഓടിന്റെ കളർ തന്നെയാണ് മുകളില് ആ ഒരു ഷീറ്റ് നമ്മൾ കൊടുത്തത്. ആ ഒരു ഓടിന്റെ കളറാണ്. പിന്നെ എന്റെ ഏറ്റവും ഫേവറേറ്റ് ഓഫ് ദി മൊത്തത്തിൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഊഞ്ഞാലാണ്. ഈ ഊഞ്ഞാല് നല്ല രീതിയിൽ മാച്ചായി പോകുന്നുണ്ട്. പിന്നെ പണ്ട് തൊട്ടേ നമുക്കൊരു ആഗ്രഹമായിരുന്നു ഇങ്ങനത്തെ ഒരു ഊഞ്ഞാല്. അപ്പൊ ആ ഊഞ്ഞാല് നമുക്ക് സെറ്റ് ആയി. പപ്പ പറയും ഉണ്ണീനും വവിനും ഇരുത്തില്ല, മമ്മീനും ഇരുത്തില്ല. അല്ല, അങ്ങനല്ല. പപ്പ ഇവിടെ ഇരിക്കും. അപ്പം ഇതിൽ ഒരാളിനെ ഇരുത്തി കഴിഞ്ഞാൽ ഉണ്ണി വാവിയും തെറ്റും. ഉണ്ണീനെ ഇരുത്തി കഴിഞ്ഞാൽ വാവിയും മമ്മിയും തെറ്റും. അപ്പോൾ പപ്പ ഒറ്റയ്ക്ക് ഇവിടെ ഇരിക്കുക, നിങ്ങൾ 3 ആളെ ചേർന്ന് പോയിരുന്നോന്ന്. അപ്പൊ ഒന്ന് പപ്പ ഒറ്റയ്ക്ക് ഇവിടെ ഇരിക്കട്ടെ. പപ്പ ഇവിടെ ഇരിക്കും. പിന്നെ നമുക്ക് 3 ആൾക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വേറൊരു സെപ്പറേറ്റ്, ഇത് നമ്മൾ പണിയിപ്പിച്ചതാണ്, നമ്മൾ മേടിച്ചതൊന്നും അല്ല കേട്ടോ. അപ്പൊ ഇത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ ഉണ്ടാക്കി ഇപ്പൊ അത് കാരണം നല്ല യൂസ്ഫുൾ ആയി. ഇപ്പൊ എല്ലാരും നമ്മളന്ന് ഫാമിലി എല്ലാരും വന്നപ്പോ കുറച്ചു പേര് അതിലും കുറച്ചു പേര് ഇതിലൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെയൊക്കെ കുറെ ചെടികൾ വെച്ചിട്ടുണ്ട് മമ്മിയുടെ ഇഷ്ടത്തിന്. അപ്പൊ ഇതാണ് നമ്മുടെ കുഞ്ഞിന് അടുക്കള. മമ്മി ഇതിന് ഇന്ന് പേരിട്ടതാട്ടോ കുഞ്ഞിന് അടുക്കള. ഇവിടെ നമ്മൾ എന്താ ചെയ്തിരിക്കണേന്ന് വെച്ചാൽ
ഇതേപോലെ ഒരു യെല്ലോ കളർ പെയിന്റ് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. പിന്നെ കുറെ നമുക്ക് നമ്മൾ മുന്നേ വീടിന്റെ ഉള്ളിൽ വെച്ചിരുന്ന ഈ ബോട്ടിൽ ആർട്ട് ചെയ്ത കുറച്ച് ബോട്ടിൽസ് വെച്ചിട്ടുണ്ട്. അതിനൊക്കെ മണി പ്ലാന്റ് കളയണം എന്ന് വിചാരിച്ചിരുന്ന ബോട്ടിലായിരുന്നു. മമ്മി അതിനെ ഇവിടെ സെറ്റ് ആക്കി അതിലൊക്കെ മണി പ്ലാന്റ് വെച്ചിട്ടുണ്ട്. പിന്നെ 2 അടുപ്പ് മമ്മിക്ക് വീട് കെട്ടിയപ്പോ തന്നെ ഒരാഗ്രഹമായിരുന്നു ഇങ്ങനെ അടുപ്പ് വേണമെന്ന്. അപ്പൊ നമുക്ക് ഉള്ളിൽ വെക്കാൻ പറ്റിയില്ല, സ്പേസ് ഉണ്ട്. അതിനടിയിൽ വിറകിടാട്ടോ. ജസ്റ്റ് കാണിക്ക്, അവിടെ വിറകിടാം. നല്ല സ്പേസ് വിറകിടാം. ഇവിടെ സൂപ്പർ ആയിട്ട് സ്പേഷ്യസ് ആയിട്ട് നമുക്ക് ഇരുന്ന് കുക്ക് ചെയ്യാം. ഇവിടെ ചോറ് വറക്കാനുള്ള ഒരു ഇത്, 2 അടുപ്പ്. പിന്നെ നമ്മള് അപ്പൊ ഇവിടെ 3 റാക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അടിയിൽ അങ്ങനെ 3 റാക്ക് ഉണ്ട്. അത് കഴിഞ്ഞ് അതിന്റെ തൊട്ടിപ്പുറത്ത് തന്നെ നമ്മൾ അമ്മിക്കല്ല് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ ഇവിടെ നിന്ന് വന്നിട്ട് ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ അരച്ചിട്ട് നമുക്ക് പോവാം. അതിന്റെ തൊട്ട് ബാക്കിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത് ഇതേപോലെ ഒരു വലിയ പാത്രങ്ങൾ കഴുകുന്ന ഒരു വാഷ് ബേസ് ആണ്. സിങ്ക്. അപ്പൊ ഈ ഒരു ഇതിൽ തന്നെ നമുക്ക് അരയ്ക്കാനായി, പാത്രങ്ങൾ എടുത്തു വെക്കാനായി, അതേപോലെ വാഷ് ബേസ് ആയി, അതേപോലെ അടുപ്പായി. പിന്നെ ഇവിടേക്ക് അങ്ങനെ കുറച്ച് സ്പേസ് ഉണ്ട്. പിന്നെ ഇവിടേക്ക് നമ്മൾ 2-3 അഴ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു സാധനങ്ങളാണല്ലോ. പിന്നെ ഇത് നമ്മൾ വീട് വെക്കുമ്പോ തന്നെ കൊടുത്തിട്ടുള്ളൊരു തിരുമണ കല്ലായിരുന്നു. പക്ഷെ നമ്മളിപ്പോ ഇതിൽ അലക്കാറില്ല. മുകളിലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ വേറെ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെയൊക്കെ കുറച്ചും കൂടി ചെടിച്ചട്ടികൾ സെറ്റ് ചെയ്യാനുണ്ട്. പക്ഷെ എനിക്കൊന്നും സമയം കിട്ടിയില്ല കേട്ടോ. ഇതന്നെ ഞാൻ എന്താ പറയുക, ഹെർബറിയായിട്ട് തട്ടിക്കൂട്ടിയതാണ്. അവിടെയൊക്കെ കുറെ കാലിച്ചട്ടികളുണ്ട്. അതിലൊക്കെ നമ്മളിനി സെറ്റ് ചെയ്യണം. ഇവിടെ നമ്മളൊക്കെ ഇതൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ കെട്ടിയതാണ്. ഈ ഒരു സ്പേസ് നമുക്ക് വേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട്. കാരണം ഇവിടെ പ്ലാസ്റ്റിക് വേസ്റ്റ് കത്തിക്കാൻ പറ്റില്ല. കത്തിച്ച് അപ്പൊ തന്നെ നമുക്ക് ഫൈൻ കാര്യങ്ങളൊക്കെ കിട്ടും. അത് നമ്മൾ കത്തിക്കാറില്ല. അത് നമുക്ക് നല്ലതും അല്ലല്ലോ. അപ്പൊ ഞങ്ങള് പേപ്പർ വേസ്റ്റ്, പ്ലാസ്റ്റിക് വേസ്റ്റ് മാറ്റി വെക്കും. അപ്പൊ അത് സ്റ്റോർ ചെയ്ത് വെക്കും. കാരണം നമുക്ക് ഡസ്റ്റ്ബിന്നിൽ വെക്കാൻ കുറച്ച് ലിമിറ്റേഷൻ ഉണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ വരും, മറ്റേ ഇത് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാർ വരും. അപ്പത്തേനും ഡസ്റ്റ്ബിൻ നിറയും. അപ്പൊ നമുക്ക് വേസ്റ്റ് സ്റ്റോർ ചെയ്ത് വെക്കാൻ ഒരു സ്ഥലമില്ല. അതുകൊണ്ട് നമ്മൾ വേസ്റ്റ് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സ്ഥലം അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ കുറച്ച് പൊക്കി കെട്ടിയിട്ടുണ്ട് ചെടികൾ വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ബാക്കില് ഈ ഒരു സംഭവം ഇവിടെ ഉണ്ടായിരുന്നില്ല. ഈ ഒരു ചുമര് വേറെ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഇത് മമ്മി എക്സ്ട്രാ ആയിട്ട് കെട്ടി. എക്സ്ട്രാ പറഞ്ഞാൽ വീടിന് ചെറുതായിട്ടൊരു ദോഷം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് കുറച്ചിങ്ങനെ കെട്ടണം എന്ന് പറഞ്ഞിട്ട് കെട്ടിയതാണ്. ഇത് വരെ ഉണ്ടായിരുന്നുള്ളൂ, കറക്റ്റ് ഇത് വരെ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ നമ്മുടെ ഈ തൂണും കാര്യങ്ങളൊക്കെ മമ്മി എക്സ്ട്രാ ആയിട്ട് വെച്ചതാണ്. അത് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയി. കാരണം ഒരു വീട്ടില് കുറച്ച് നമുക്ക് പുറത്ത് കണ്ട ഒരു വൃത്തിയേടായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ ഉണ്ടാവില്ല. ഇങ്ങനത്തെ ചട്ടി, നമ്മുടെ തേങ്ങാപ്പാല, ചൂല്, അതൊക്കെ. അപ്പൊ അതൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ നമുക്ക് ഇവിടെ ഒരു ചെറിയ സ്പേസും കിട്ടി. അതിപ്പോഴും അവിടെ വൃത്തിയാക്കിയിട്ടില്ല കേട്ടോ. നമ്മള് ഹെർബറി ഒക്കെ ആയിട്ട് സമയം കിട്ടിയില്ല ശരിക്കും പറഞ്ഞു. ആ നായനെ അങ്ങോട്ട് ആട്ടിവിട്ട്. പിന്നെ ഈ ഒരു സ്പേസിൽ കുറച്ച് ഇവിടെ ഒരു ബെൻഡ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ മുരിങ്ങ മരം വെട്ടി കേട്ടോ. ഞാൻ എന്താ വെച്ചാൽ വീടിന് മുകളിൽ പോകാൻ പാടില്ല, വെട്ടണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം അത് വെട്ടിയിട്ടുണ്ട്. ഓക്കെ, അല്ല നമുക്ക് അവിടെ ബാക്ക് സൈഡിൽ കുറച്ചാണ് അവിടെ ഉണ്ട്. ഇനി ഇവിടെ പറഞ്ഞാൽ നേരെ നമ്മൾ പോകുന്നത് നമ്മളെ ഫ്രണ്ടിലോട്ട് തന്നെയാണ്. ഇവിടെ ഒക്കെ അത്രയേ ഉള്ളൂ. പിന്നെ ഇവിടെ വലിയ ഓസ് ഇട്ടുണ്ട്. അതൊക്കെ നമ്മൾ ബാക്കിൽ ഒതുക്കി പെറുക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി ഇതിന്റെ ബാക്കിലോട്ട് കണ്ടിട്ട് നമ്മുടെ തൊടി, ലാസ്റ്റ് നമ്മുടെ തൊടി ഇപ്പുറത്താണ് കേട്ടോ. അപ്പൊ ഈ ഒരു ഗേറ്റും ഇവിടെ ഉണ്ടായിരുന്നില്ല. ഗേറ്റ് നമ്മൾ വെച്ചത് ഇതുവരെ നമുക്ക് ഇങ്ങനെ കുട്ടിമതിലായിരുന്നു. ഈ മതിലും ഇപ്പൊ കെട്ടിയതാണ് കേട്ടോ. അപ്പൊ കുട്ടിമതിലായിരുന്നു. കുട്ടിമതിൽ പൊക്കിയിട്ട് മതിൽ കെട്ടിയിട്ട് ഇതേപോലെ ഒരു ഗേറ്റ് വെച്ചു. അതാകുമ്പോ നമുക്ക് തുറന്ന് പുറകിലോട്ട് പോവാം. പിന്നെ ഇവിടെ നമ്മുടെ സാമ്രാജ്യം. അതെ, അടുത്ത സാമ്രാജ്യം ഇവിടെയാണ്. ഇറങ്ങ സ്റ്റെപ്പ് ഉണ്ടായിരുന്നില്ല, സ്റ്റെപ്പൊന്നും ആയിരുന്നില്ല. ചാടി കിടക്കണായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. അങ്ങനെ ഇങ്ങനെ ഒരു സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ വെച്ച് നമ്മളുടെ കറിവേപ്പിലമാരെ കണ്ടു. ഇവിടെയൊക്കെ കുറച്ച് ചെടിച്ചട്ടികളുണ്ട് കേട്ടോ. ഇതൊക്കെ എന്താ കറ്റാർ വാഴയും അങ്ങനെയുള്ള കുറച്ച് കന്നിക്കൂർക്കയാണ്. അതെന്റെ കറിവേപ്പിന്റെ ചെടിയാണ് കേട്ടോ. ഞാൻ അപ്പൊ അവിടെ ഒരു തിണ്ട് പോലെ ഷോർട്സിൽ പറയുന്നുണ്ടായിരുന്നു, പണ്ടൊന്നും എനിക്ക് മറ്റേ കറിവേപ്പില പൊട്ടിച്ചിട്ട് ഇഷ്ടമില്ല. കാരണം മമ്മിക്ക് കുറെ വേണം. ഇത് കുഞ്ഞു 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 ചെടികൾ എവിടെയൊക്കെ ഉണ്ടാവുള്ളൂ. അതൊക്കെ തപ്പിപ്പിടിച്ച് കാട്ടിലൊക്കെ പോയിട്ട് വേണം പോയി വെട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പൊ അതിനായിട്ട് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇതൊക്കെ കെട്ടിയിട്ട് കറിവേപ്പില ചെടി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് പറഞ്ഞാൽ നമ്മളെ വേസ്റ്റ് കത്തിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഇത് കെട്ടിയതാട്ടോ. വേസ്റ്റ് മീൻസ് പേപ്പർ കാര്യങ്ങളൊക്കെ. ആ ചെയർ ഞാനിപ്പോൾ അപ്പുറത്ത് വീഡിയോ എടുക്കുമ്പോൾ ഇപ്പുറത്തേക്ക് വെച്ചതാട്ടോ. അത് എടുക്കണം ആ ചെയർ അതിന് മുകളിൽ നിന്ന്. ഇല്ലെങ്കിൽ അതിനകത്ത് കൂടെ ഇട്ട് കത്തിക്കും. പിന്നെ ഇവിടെ ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഇനി ഫൈനലായിട്ട് ഇപ്പൊ ഇത്രയുള്ളൂ നമ്മുടെ വീട്ടിൽ. ഇങ്ങനെയാണ് വീട് നമ്മൾ ബാക്ക് സൈഡ്. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഒരു സെറ്റപ്പ്. ഇനി ഫൈനലായിട്ട് ഞാൻ രാത്രി ഇവിടുത്തെ ലൈറ്റ് സെറ്റപ്പ് ഒന്ന് ഇട്ടിട്ട് രാത്രി ഇവിടെ നല്ല രസമാട്ടോ. ലൈറ്റ് ഒക്കെ ഇട്ടാ ഫുൾ എല്ലാവരുടെയും അത്ര ലൈറ്റ് ഇട്ട് അടിപൊളിയാണ്. അങ്ങനെയും കൂടി കാണിച്ചു തരാം കേട്ടോ. കുറച്ചുകൂടി പാട്ട് കേൾക്കണത് അതവിടെ
ഇങ്ങനെയാണ് വൈകുന്നേരം ലൈറ്റൊക്കെ ഇട്ടാട്ടോ. ലൈറ്റ് അറേഞ്ച്മെൻറ്റ് സൂപ്പർ. എവിടെ നിന്നൊരു വലിയൊരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് മാത്രം മതി കേട്ടോ. ഇവിടേക്ക് നല്ല വെളിച്ചമാണ് കണ്ടോ. നല്ല നമ്മളുടെ മതിലൊക്കെ ഓരോ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ പുറത്തും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് അറ്റം വരെ നമ്മളുടെ മതിലിൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ. പിന്നെ അതേപോലെ തന്നെ ഇവിടെ 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 അതേപോലെ 2 ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അവിടെ ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ. പിന്നെ അവിടെ നിന്ന് വലിയൊരു ലൈറ്റ് ഇങ്ങോട്ട്, അത് ഞാൻ സെൽഫി ഇട്ടിട്ട് കാണിച്ചിട്ട് എത്രത്തോളം ക്ലാരിറ്റി ഉണ്ട് അത് എന്ന് അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടേക്ക് ഓൾറെഡി ഉള്ള ലൈറ്റ് തന്നെയാണ്. പിന്നെ മുകളിൽ ലൈറ്റ് ഉണ്ട്. ഇവിടെ ഒരു ലൈറ്റ് അതേപോലെ നമ്മളുടെ മതിൽ അവിടെയും 2 ലൈറ്റ് കൊടുത്തിട്ടുണ്ട് പുറത്ത്. പിന്നെ നമ്മളുടെ ഗേറ്റ് ലൈറ്റ് ഇതുപോലുള്ളൊരു റൗണ്ട് ഗേറ്റ് ലൈറ്റാണ് കേട്ടോ. സിമ്പിളായിട്ട് നമ്മൾ കൊടുത്തിരിക്കുകയാണ്. ഈ ഒരു സ്പേസ് നല്ല രസമുണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട്. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതാ ആ ഒരു ലൈറ്റ് നിന്നാട്ടോ ഇത്രയും വെളിച്ചം. റിംഗ് ലൈറ്റ് വെച്ച പോലത്തെ വെളിച്ചമാണ്. എല്ലാവിടേക്കും നല്ല വെളിച്ചം, നല്ല ക്ലാരിറ്റി കേട്ടോ. രാത്രി വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പുറത്തുനിന്നൊക്കെ വീഡിയോ എടുക്കുവാണെങ്കിൽ നല്ല ക്ലാരിറ്റിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഒരു ഹോം ടൂർ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ ഒരു സെറ്റപ്പൊക്കെ നിങ്ങൾക്ക് മുന്നത്തിൽ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇപ്പോഴേക്ക് എത്രത്തോളം ഇഷ്ടപ്പെട്ടു, എത്രത്തോളം ചേഞ്ച് ആയി എന്നൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ. ഈ ഒരു വാഷ് പീസ് നമ്മളുടെ വീട്ടിലുണ്ടായിരുന്നില്ല. ഈ ഒരു ഏരിയ നമ്മളുടെ വീട്ടിൽ ഇങ്ങനെ ആയിരുന്നില്ല. ഒരു വൃത്തിയില്ലാതെ ഇരിക്കുമായിരുന്നു. ഇതിൻ്റെ അടിയിലൊക്കെ കബഡൊന്നും ഒരു വൃത്തിയില്ലാതെ ഇരിക്കുമായിരുന്നു. പക്ഷെ മമ്മി അതിനെ ഇതേപോലെ ആക്കിട്ടോ. ഒരു വാഷ് പീസ് നമ്മുടെ അവിടെ ഉണ്ടായിരുന്നില്ല. ആൻഡ് ഇതേപോലത്തെ മിററാണ് വെച്ചേക്കുന്നത്. നമ്മൾക്ക് വാഷ് പീസ് ഉണ്ടായിരുന്നു, പക്ഷെ അത് നമ്മൾ അവിടെ നിന്ന് എടുക്കേണ്ടി വന്നു. ആൻഡ് സ്ക്രീൻ ടച്ച് ചെയ്ത് നമുക്ക് ഇതേപോലെ ലൈറ്റ് ഇതിൽ 3 കളേഴ്സ് ഉണ്ട്. ഒന്നിതും അല്ല 1 2 ഇതേപോലെ 3 കളേഴ്സ് ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഇവിടെ നിന്നും ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഈ ഒരു ഏരിയ വരുന്നത്. അടുത്തത് നമ്മൾ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഇതേപോലെ ഒരു പൂജാ റൂം പോലെ ഇങ്ങനെ കൊടുത്തിരിക്കട്ടോ. ദൈവത്തിൻ്റെ ഫോട്ടോസൊക്കെ വെച്ചിട്ട്. അപ്പോൾ നമ്മൾ ഇവിടെയാണ് വിളക്കൊക്കെ കത്തിക്കുക. ഇതേപോലെ പൂജാ റൂം നമ്മൾ ഒരു സ്ഥലത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് സ്ഥാനം കറക്റ്റ് അല്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വെച്ചു കേട്ടോ, ഓപ്പൺ രീതിയിൽ. അപ്പോൾ ഒരുപാട് സ്പേസും പോകത്തില്ല, നല്ല വൃത്തിയിലിരിക്കുകയും ചെയ്യും. അപ്പോൾ ഈ പൂജാ റൂം മമ്മി വെക്കണം പറയുമ്പോൾ ഞാനത് എങ്ങനെ ഒരു വൃത്തിയില്ലാതെ ആവുന്ന വിചാരിച്ചിരുന്നു. കാരണം ഇതിന് മുന്നേ ഒരു പൂജാ റൂം വെച്ചപ്പോൾ എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. പുറത്തേക്ക് നല്ല രീതിയിൽ പ്രൊജക്റ്റ് ചെയ്തിട്ട് ആ ഒരു സ്പേസ് മൊത്തം കളയണ പോലെയായിരുന്നു. പക്ഷേ ഇത് നല്ല രസത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ നമ്മളെ TV സ്റ്റാൻഡ് ആരൊക്കെ കാണിക്കണമെന്ന് കമൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ മമ്മി പറഞ്ഞപ്പോൾ അതും കൂടി ഒന്ന് കാണിച്ചു കൊടുക്കുന്ന നമ്മുടെ പ്ലേ ബട്ടണും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. ഇതാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വീട്ടിലൊരു മാറ്റം വരുത്തിയിട്ടുള്ളത്. ബാക്കിയെല്ലാം നിങ്ങൾ ഓൾറെഡി കണ്ടതാണ്. എന്തായാലും നമ്മൾ മൊത്തമുള്ളൊരു ഹോം ടൂർ നമ്മൾ എന്തെങ്കിലും ചെയ്തത്. അപ്പോൾ പുറത്ത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഉള്ളത്തിയും എല്ലാം കൂടി ഇൻക്ലൂഡഡ് ആയിട്ടും ഒരെണ്ണം ചെയ്യാം. കമൻറ്റ് ചെയ്യൂ. ഉള്ളത്തിയൊക്കെ വേണം എന്നുള്ളവർ കമൻറ്റ് ചെയ്യണേ. ഇത് മാത്രമല്ല കേട്ടോ, ആ പണി നടക്കുമ്പോഴൊക്കെ നമ്മൾ ഒരുപാട് ക്ലിപ്സ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനിത് എഡിറ്റ് ചെയ്യുമ്പോൾ സത്യം പറഞ്ഞ വീഡിയോ 1 മണിക്കൂർ 21 മിനിറ്റും ഉണ്ടായിരുന്നു കേട്ടോ. അത്രയും നമ്മൾ വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എല്ലാം ഒന്നും നമ്മൾ കൊടുക്കില്ല. ചെറുതായിട്ടുള്ള ബിഫോർ ആഫ്റ്റർ മാത്രമേ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ നന്ദനം വീട് കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഉണ്ടായിരുന്നത് കേട്ടോ. ഒട്ടും ഭയങ്കര പെയിൻറ്റൊക്കെ പോയി, അതേപോലെ എല്ലാം നല്ല മെസ്സായിട്ടായിരുന്നു ഉണ്ടായിരുന്നു. പിന്നെ ആ ഒരു മഴയും കൂടിയായിരുന്നല്ലോ കുറച്ച് മാസം മുന്നേ. അപ്പോൾ ഒരുപാട് മെസ്സായിട്ടായിരുന്നു. അങ്ങനെയുള്ളൊരു വീടിന് നമ്മൾ ഇങ്ങനെയൊക്കെ നമ്മളെല്ലാം മമ്മിക്കാണ് ഫുൾ ക്രെഡിറ്റും. ബിക്കോസ് എല്ലാ ഐഡിയാസും എല്ലാം ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ മമ്മിയാണ്. നമ്മൾ ഒന്നും അറിഞ്ഞിട്ടില്ല എന്ന് സത്യം വേണമെങ്കിൽ പറയാൻ വേണ്ടിയിട്ട് ഒന്നും അറിഞ്ഞിട്ടില്ല. എല്ലാം കഴിഞ്ഞ് റെഡി ആയപ്പോഴാണ് ഇങ്ങനെയൊക്കെ ഒരു ഔട്ട്ലുക്ക്. ഇതിപ്പോൾ നമ്മൾ ചെയ്തു വെച്ചാൽ മാത്രം പോരെ, ഇത് കഴിഞ്ഞിട്ടും കുറേ ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യണമല്ലോ. എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നമ്മുടെ ഈ ഒരു നന്ദനം വീടിൻ്റെ ഒരു മേക്ക് ഓവർ. നിങ്ങൾ കമൻറ്റ് ചെയ്യാട്ടോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ, എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും ചേഞ്ചസ് വരുത്താണോ എന്നൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു ഓവറോൾ. അപ്പോൾ ഈ ഒരു ഇന്റർലോക്ക് നല്ല രസമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഒരു 3D മോഡലാണ് നമ്മൾ ചൂസ് ചെയ്തത്. നമുക്ക് ചെയ്ത് തന്നത് ചിത്രാഞ്ജലിയാണ്. അപ്പോൾ അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസും ഒക്കെ നമ്മൾ കൊടുക്കാം കേട്ടോ. കമൻറ്റ് ബോക്സിൽ ചെക്കൗട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ.